അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു നമ്മളൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. അതെ, ഹുമൈസറ സൗഫത്തറ. നമ്മൾ ഹുമൈസറയിലേക്ക് പോവാണ് ഇൻഷാ അള്ളാഹ്. ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഹുമൈസറ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും. ഹുമൈസറ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷാദുൽ ഇമാമിൻ്റെ മക്കാമ് സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോൾ 2 എപ്പിസോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എപ്പിസോഡ്. മാക്സിമം ഞാൻ അടിപൊളിയാക്കാൻ ശ്രമിക്കും. ചരിത്രത്തിലൂടെയൊക്കെ ആയിട്ട് എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് സെറ്റാക്കാം ഇൻഷാ അല്ലാഹ്. നീണ്ടൊരു 4-5 മണിക്കൂറത്തെ ജേണിക്ക് ശേഷം നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്. സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഈ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നിസ്കരിച്ച പള്ളിയാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ അവിടെ ഒരു കട ഉണ്ട്. അപ്പം ഈ ഒരു ഷോപ്പിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ്. നല്ല ഖുർആൻ്റെ വിഭവങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. മാഷാ അല്ലാഹ്. ഇതാണ് നമ്മളെ ചായ വാങ്ങുന്ന കട. നമ്മൾ കുറേ നേരമായി ചായക്ക് വേണ്ടി കാത്തിക്കുന്നു. ഷായ് ബി ഹലീം. നമ്മളൊരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഹുമൈസറ എത്തുമെന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ ചായ കുടിച്ച ഷോപ്പതാണ്. മാഷാ അല്ലാഹ്, നല്ല തണുത്തൊരു പ്രകൃതിയാണ്. ഏതായാലും നമ്മളെ വണ്ടി എടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പം ഹുമൈസറ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. നേരത്തെ നമ്മൾ സുബഹി നിസ്കരിച്ചതും അതുപോലെ തന്നെ ചായ കുടിച്ചതൊക്കെ മർസാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. അവിടുന്ന് സുബഹിക്ക് ശേഷം മാത്രമേ വണ്ടി ഈ കാണുന്ന പ്രദേശത്തേക്ക് കടത്തിവിടും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ മലനിരകളാൽ ചുറ്റപ്പെട്ട ഭൂപ്രദേശങ്ങളാണ് അധികവും. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആൾതാമസമില്ലാത്ത ഏരിയകളാണ് അധികവും. ഷാദുൽ ഇമാമിൻ്റെ ദർഗ എത്തുന്നത് വരെ ഏകദേശം ഇതേ ഒരു ഭൂപ്രകൃതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം മർസാലത്ത് നമ്മൾ ഒരുപാട് സമയം നിന്നിട്ടുണ്ട്. സുബഹി നിസ്കാര ശേഷമാണ് നമ്മൾ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ കാരണം നമുക്ക് വല്ല ബുദ്ധിമുട്ടോ മറ്റോ വരും എന്നൊരു പേടി കൊണ്ടാവാം. ഏതായാലും നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബഹി കഴിഞ്ഞ സമയമായതുകൊണ്ടാണ് ഇത്തരത്തിൽ കോടയൊക്കെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയും ഏതാണ്ട് ഒരു 4 മണിക്കൂർ സഞ്ചരിക്കാനുണ്ട് കേട്ടോ. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രയുടെ നേതൃത്വം നമ്മളെ വ്ളോഗിൽ എന്നും വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളാണ്. ഇതൊന്നും പറയുന്നില്ല. ആദ്യ പൊട്ടത്തരക്കാണെങ്കിൽ കേട്ടിക്കാൻ നല്ല രസമാണ്. എപ്പോ ഞാൻ ഇതൊന്നും പറയുന്നില്ല. എനിക്കിതാ പറയാനുള്ളൂ. ഒന്നും പറയുന്നില്ല. ഒന്നും പറയൂല. നല്ലൊരു ഇതാണ്. പൊളി മൂട് അല്ലേ? ഏത് വൈബ്? പൊളി പോയി. മാഷാ അല്ലാഹ്. നമ്മളൊരു 3 മണിക്കൂർ കൊണ്ട് എത്തൂലേ? 2 മണിക്കൂർ കൊണ്ട് എത്തും ഇൻഷാ അല്ലാഹ്. പോകുന്ന ഭാഗത്തുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല, നല്ല രസമാണ് കേട്ടോ. അങ്ങനെ തന്നെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇതേപോലെ അല്ലേ? ഫുൾ മരുഭൂമി മാത്രം. സംഗതി ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാടാ, പച്ചപ്പില്ല എന്നുള്ളത്. പച്ചപ്പുണ്ട്, എന്നാലും മാതിരിയാണ്. മാഷാ അല്ലാഹ്. നമ്മൾ കുറച്ച് ഇങ്ങനെ എത്തും. നമ്മളിപ്പോൾ സിയാറത്തിന് വേണ്ടി പോവാണ്. സയ്യിദി സാലിം എന്ന് പറയും. അവരെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ മഹാനാണ്. ബവാബത്തുൽ മക്കാമില ഷാദുൽ ഇമാമിൻ്റെ മക്കാമിലേക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു ചെറിയൊരു എന്താ പറയുക, സഹായം ചെയ്തു കൊടുത്ത വലിയൊരു പണ്ഡിതനായിരുന്നു, ഒരു മഹാനായിരുന്നു. അപ്പം അവരെ സിയാർത്ത് ചെയ്യാനാണ് പോകുന്നത്. ഇതാണ് കേട്ടോ മക്കാമ്. അവരേക്ക് പോവാണ്. അൽഹംദുലില്ലാ. നമ്മളിതാ ഹുമൈസറയുടെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ്. ഒരുപാട് ഷാദുൽ ഇമാമിൻ്റെ ആശിഖീങ്ങൾ ഈ ഒരു മണ്ണിൽ ഒന്ന് കാലുകുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് എത്തിക്കട്ടെ.
പ്രത്യേകിച്ച് എൻ്റെ ഒരു സയ്യിദ്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സയ്യിദ്, അൽഹംദുലില്ലാ, മൂപ്പർ എപ്പോഴും പറയും മൂപ്പർക്ക് ഇവിടെ എത്തണം എന്ന്. അപ്പം തങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ, തങ്ങളെ ഞാൻ ഈ ഭൂമിയിൽ നിന്നാണ് പറയുന്നത്, നിങ്ങൾ വൈകാതെ ഇവിടെ എത്തും ഇൻഷാ അല്ലാ. കണ്ട, ഇതാണ് കേട്ടോ നമ്മളെ ഉമൈസറയുടെ മണ്ണ്. മാഷാ അല്ലാ. ഞാൻ പിന്നെ എൻ്റേതായ ശൈലിയിലാണ് സംസാരിക്കുന്നത്. ഒരുപാട് ആളുകൾക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, എന്നാലും മാഷാ അല്ലാ നമുക്കറിയുന്ന നമ്മൾ പറയും. ഏതായാലും ചരിത്രം കൃത്യമായിട്ട് ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ചരിത്രം മാത്രം ഞാൻ ഒരു എപ്പിസോഡായിട്ട് വിടുന്നുണ്ട്, അതിനാത്രം ഉണ്ട്. അതാണ് കേട്ടോ നമ്മളെ ഉമൈസറയുടെ മണ്ണ്. നമ്മൾ താമസിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ശക്കയിലാണ്. ഇൻഷാ അല്ലാ തുടർ കാഴ്ചകളൊക്കെ കാണാം. സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഉമൈസറ വന്നപാടെ തന്നെ കുറേ മക്കളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇസ്മുൽ കരീം, യൂസുഫ്, അന്ത അദ്ഹം, അന്ത അന്ത അബ്ദുള്ള, അഹ്മദ്, ഹസൻ. ഒരുപാട് ഫുട്ബോൾ കളിക്കായിരുന്നു. അപ്പം ഞാൻ എവിടുന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മിൻ ജനൂബിൽ ഹിന്ദ്. സഹ് ഇൻഷാ അല്ലാ. نورنا يعني الملكة يعني هميثرة الحمد لله. يعني من جنوب الهند أكثر الناس في طريقة الشاذلية وهم نعم أبو الحسن الشاذلية وهم في طريقة لزيارة إلى هذا المكان الحمد لله. അപ്പം ശുക്രാൻ, ജസാക്കല്ലാ. സുഹൃത്തുക്കളെ, ഞാൻ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി തങ്ങളുടെ മക്കാമിൻ്റെ മസാറിൻ്റെ ചാരത്ത് നിന്നാണ്. ഇതാണ് പള്ളി കേട്ടോ, ഈ കാണുന്നതാണ് പള്ളി. മസാർ ആ കാണുന്ന കുബ്ബാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് എന്താ പറയുക ആളുകൾ കച്ചവടവും കാര്യമൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പള്ളി കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഒരു പള്ളിയുണ്ട്. ഈ രണ്ട് സ്ഥലത്തും മസാറുണ്ട്. അപ്പം ഇൻഷാ അല്ലാ നമ്മൾ ഇത് ആദ്യത്തെ ഈ ഒരു വ്ളോഗിലാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഇവിടുത്തെ പള്ളിയും അതുപോലെ തന്നെ മസാറുകളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗ് നമുക്ക് നമ്മുടെ നടത്തുന്ന ഇവിടുത്തെ എന്താ പറയുക ഹൽക്ക, നമ്മളിവിടെ ഒരു മജ്ലിസ് നടത്തുന്നുണ്ട്. അപ്പോൾ ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വീക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ കാണുന്ന മലയല്ലേ, ആ കാണുന്ന മല ഇന്ന് നമ്മൾ അസറിന് ശേഷം കയറും. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ നെക്സ്റ്റ് വ്ളോഗിലായിരിക്കും. അപ്പം ഈ വ്ളോഗ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഷാദുലി ഇമാമിൻ്റെ മക്കാമും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പള്ളികളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കലാവും ഇൻഷാ അല്ലാ. പിന്നെ ഈ രണ്ട് മക്കാമിൽ നമ്മൾ സിയാറത്തിന് പോകുന്നുണ്ട്, അത് അടുത്ത വ്ളോഗിലായിരിക്കും. അപ്പം ഇവിടുത്തെ ഒരു ഏരിയ പറയുമ്പോൾ ഇപ്പം എന്താ പറയുക പൊതുവേ ശാന്താണ്. കാരണം ആകെ 10, 70, 100 അതിൻ്റെ അടുത്ത് മാത്രമേ താമസമുള്ളൂ. അവിടെ ചെറിയൊരു ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടൊരു ഏരിയയിൽ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 1100 കിലോമീറ്റർ കാഹിറയിൽ നിന്ന് ഈ പറയപ്പെടുന്ന ഹുമൈസറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മണ്ണിലേക്കുണ്ട്. അപ്പം ഇവിടുത്തെ പള്ളിയും അതുപോലെ തന്നെ ഇവിടുത്തെ ചുറ്റുപാടൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. അതിമനോഹരമായൊരു പള്ളിയാണ്. അത് നമുക്ക് എന്തായാലും കാണേണ്ടതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് പള്ളിയും മക്കാമും കാണാം. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട ഷാദുലി ഇമാമിനെ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാ മക്കാമും പരിസരവും പള്ളിയൊക്കെ നമുക്ക് കാണാം. ആദ്യം നമുക്ക് സിയാർത്ത് ചെയ്യാൻ, അതിനുശേഷം ഈ കാണുന്നൊരു പള്ളി വളരെ മനോഹരമായൊരു പള്ളിയാണ്, അത് കാണാം. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ ഇതാണ് കേട്ടോ നമ്മൾ പലപ്പോഴും വീഡിയോകളിലൊക്കെ കാണുന്ന ആ ഒരു സ്ഥലം. ഒരുപാട് ആളുകൾ നടന്നിട്ടും ഇരുന്നിട്ടും ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അത് ഈ ഒരു ഏരിയയിലാണ്. അപ്പം അതിൻ്റെ ഉൾവശത്തൂടാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാ വളരെ മനോഹരമായ ചുറ്റുപാടും പ്രകൃതി അന്തരീക്ഷമൊക്കെയാണ്. അപ്പം ഇതാണ് ബഹുമാനപ്പെട്ട ഷാദുലി ഇമാം മന്തി ഉറങ്ങുന്ന ഭൂമി. അപ്പോൾ നമ്മൾ മസാറിൻ്റെ ഉള്ളിലേക്ക് പോട്ടാ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും യാ സയ്യിദി. ഇതാണ് കേട്ടോ മസാർ. അല്ലാഹ്
ഷാദുൽ ഇമാമിൻ്റെ ദർഗാ പരിസരവും മറ്റുമൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഷാദുൽ ഇമാം യഥാർത്ഥത്തിൽ ഈജിപ്തുകാരനല്ല, മിസ്റുകാരനല്ല, മറിച്ച് മൊറോക്കോക്കാരനാണ്. മൊറോക്കോയിൽ ഹിജറ 593 ഹിമാറ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഇമാം ഷാദുലി തങ്ങൾ ജനിക്കുന്നത്. 7ാമത്തെ വയസ്സിൽ ഹിഫുലൊക്കെ ആക്കുന്നുണ്ട്. ഇമാം ഷാദുലി മാലിക്കി മദ്ഹബുകാരനാണ്. അതിനപ്പുറം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട അഥവാ സയ്യിദ് സാദാത്തുക്കളിൽപ്പെട്ട ആളുകൂടിയാണ്. മനോഹരമായ ദർഗാ പരിസരവും ചുറ്റുപാടുമൊക്കെ അതിസുന്ദരമായ കാഴ്ചകളാണ്. അവിടെ ഒരു തവണ നിങ്ങൾ സിയാറത്ത് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് അവിടത്തേക്ക് പോവാൻ വെമ്പൽ കൊണ്ടുകൊണ്ടേയിരിക്കും. കാരണം ഷാദുലിയത്തിന്റെ മധുരം നുണർന്നുകൊണ്ടിരിക്കുന്ന ഹുമൈസറയിലെ കാറ്റിനും മൺതരികൾക്കും മലകൾക്കും പർവ്വതങ്ങൾക്കും അവിടുത്തെ ഓരോന്നിനും ഷാദുലിയത്തിന്റെ മധുരം പറയാനേറെയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ സിയാറത്തും കാര്യമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാ. പറഞ്ഞതുപോലെ തന്നെ ഇനിയും അടുത്ത എപ്പിസോഡിൽ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഷാ അല്ലാ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഷാദുൽ ഇമാമിൻ്റെ മഖബറയുടെ തൊട്ട് ചാരെയുള്ള ഷാദുലി മസ്ജിദിലാണ്. ഇൻഷാ അല്ലാ നമുക്ക് ഈ പള്ളിയുടെ ചുറ്റുപാടും നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായ ഒരു പള്ളിയാണ്. നിർമ്മാണമൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു സൈഡിലേക്കൊന്ന് പോയി നോക്കാം. ഈ വഴിക്ക് നമുക്ക് പള്ളിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും. ഈ പ്രത്യേക സൈസ് കല്ലാണ് കേട്ടോ ഇത് നിർമ്മിച്ചത്. ഈ സൈഡിലായിട്ട് മിനാരം കാണാൻ പറ്റും. അതുപോലെ തന്നെ പള്ളിയുടെ എൻട്രൻസ് ഒരുപാട് വാതിലുകളുണ്ട്. അവിടെ ഒരു മിനാരുണ്ട്. ഏതായാലും നമുക്ക് പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറട്ടാ. പള്ളിയിലത്തെ വിഷ്വലുകളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് റൂമിലേക്കൊന്ന് പോകണം. റൂമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വ്ലോഗ് അവസാനിപ്പിക്കാം. ഇതാണ് പള്ളി. വളരെ വിശാലമായ പള്ളിയാണ്. കണ്ടോ, മുമ്പിൽ തന്നെ വലിയൊരു വിളക്കുണ്ട്. ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു കുബ്ബയുടെ ഉൾവശം കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ മിമ്പറ വേറൊരു മോഡലാണ്. കാഹിരത്തെ മാതിരിയല്ല കേട്ടോ. ശ്രദ്ധിച്ചാൽ കണ്ടില്ലേ, അതാ വ്യത്യാസമുണ്ട്. അപ്പം ഇതാണ് ഷാദുലി മസ്ജിദ്. മാഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇവിടെ എത്താനുള്ള തൗഫീഖ് തരട്ടെ. ഈ ഒരു മണ്ണിലെത്താന്ന് തന്നെ പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. മിസ്റിൽ പഠിക്കാൻ വന്നിട്ട് ഇവിടെ സിയാറത്ത് ചെയ്യാതെ പോവാന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഹതഭാഗ്യമായിട്ടാണ് നമ്മളെപ്പോലുള്ള ആളുകൾ കണക്കാക്കുക. എങ്ങനെങ്കിലും എന്ത് റിസ്ക് കൊടുത്ത് ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം. പിന്നെ കാഹിറ അതുപോലെ തന്നെ മറ്റ് മിസ്റിൻ്റെ പ്രദേശത്തെ പോലുള്ള ആളുകളല്ല ഇവിടെ ഉള്ളത്. തികച്ചും ഇവിടുത്തെ ശൈലിയാണെങ്കിലും ഇവിടുത്തെ വസ്ത്രധാരണമാണെങ്കിലും മൊത്തത്തിൽ വ്യത്യസ്തമാണ്. അപ്പം ഞാൻ വന്ന വഴിക്ക് തന്നെ ഇറങ്ങിയിട്ട് കുറച്ച് എന്താ പറയുക, നമ്മളെ റൂമേ ഇങ്ങനെ റൗണ്ട് അടിച്ച് പോവാം. ഇവിടെ കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട്. വരുന്ന സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാവാം. തസ്ബീഹ് മാലകളും അതുപോലെ തന്നെ ഇവിടുത്തെ വലുത് തന്നെ ഉണ്ടാക്കുന്ന സംഭവമാണ് തൂണുന്നത്. അതുപോലെ തന്നെ മോതിരങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ പല സംഭവവും ആയിട്ട് പള്ളിൻ്റെ അടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ വരുന്ന സമയത്ത് വാങ്ങുക. ഒന്നാമത് തണുപ്പ് കൂടിയപ്പോൾ ഷഫത്ത് മൊത്തത്തിലൊന്ന് പണിയായിട്ടുണ്ട്. ഇതിൻ്റെ എടുത്തും ഈ പള്ളിയിൽ നിന്ന്, അതായത് മക്കാമെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കച്ചവടക്കാരെ കാണാൻ പറ്റും. അവിടെ എന്തോ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്, എന്തോ നോക്കാൻ തോന്നുന്നു. അസ്വാനിന്നൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ സിയാറത്തിന് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെയും ഇത് പറഞ്ഞ പോലെ തന്നെ സിബഹകൾ കാര്യങ്ങൾ തന്നെയാണ് കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ എന്തൊക്കെയോ ഉൽപ്പന്നങ്ങളുണ്ട്, എന്താ മനസ്സിലായില്ല. ഇത് മറ്റേ കറാമ്പൂവാന്ന് തോന്നുന്നു. അങ്ങനെ പല സംഭവങ്ങളും കാണും. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. റൂമിലൊന്നും പോയി വിശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. നീണ്ട സമയത്തെ യാത്രയാണല്ലോ. അവിടെ എന്തോ കച്ചവടം നടത്തുന്നുണ്ട്, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കടലേക്കാണെന്ന് തോന്നുന്നു അവിടെ കച്ചവടം നടത്തുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രദേശമൊക്കെ വളരെ മനോഹരമാണ്.
സുന്ദരമായ പ്രദേശങ്ങളാണ്. നമുക്ക് പള്ളി കാണാൻ പറ്റും. വളരെ ലോങ്ങിൽ നിന്ന് പള്ളി കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങാത്തത് കൊണ്ട് കുറച്ച് മുമ്പ് നിന്നാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇവിടെ നിന്നാണ് ആ രസം കാണുന്ന ഒരു മൊഞ്ച് ഞാൻ കാണിച്ചു തരാം. നോക്കി ഒരു വ്യൂ നോക്കി. ഇതാണ് നമ്മളെല്ലാ വീഡിയോയിലും കാണുന്ന ഭാഗം. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇത് മക്കാമ്, ഇത് പള്ളീൻ്റെ 2 ഇത് കാണാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് പള്ളി. മൊത്തത്തിലുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അറൂസ് ലബനാന്ന് തോന്നുന്നു കേട്ടോ. ശുക്രൻ. പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കഴിച്ചു നോക്കി, അഭിപ്രായം പറയും. എന്താ പറയാ, നമ്മളെ കൈറോത്തെ അല്ല അതെന്തായാലും ഉണ്ടാവില്ലല്ലോ, ഗ്രാമല്ലേ. Allah 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 Allah. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ സിയാറത്ത്, അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന മുഴുവൻ കാഴ്ചകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. 2 എപ്പിസോഡായിട്ട് ചെയ്യുന്നതാണ് ഭംഗിയെ മനസ്സിലാക്കുന്നത്. കാരണം അത്യാവശ്യം ലെങ്തി ആയൊരു വീഡിയോ ആവും. അതുകൊണ്ട് തന്നെ 2 എപ്പിസോഡായിട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പം അടുത്ത എപ്പിസോഡ് ഇൻഷാ അല്ലാ വ്യത്യസ്തമായ കാഴ്ചയായിട്ട് ഇൻഷാ അല്ലാ നമ്മൾ കടന്നു വരും. അതുവരെ മാസ്സലാമ. മാക്സിമം ഈ ഒരു വീഡിയോ ഷാദുലി ഇമാമിനെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമ.